വന്നിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. ഇന്നൊത്തിരി കല്യാണങ്ങളുള്ള ദിവസങ്ങളായതുകൊണ്ട് തന്നെ ഇന്നൊത്തിരി ആളുടെ കുറവുണ്ട്. അപ്പൊ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയത്തിൽ തൊട്ട് നന്ദി അറിയിക്കുന്നു. അപ്പൊ നിങ്ങൾ വരാൻ കാണിച്ച മനസ്സ്, അത് നമ്മളോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി സഹജീവികളോടുള്ള സ്നേഹമാണ് എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പം നമ്മൾ ചെറിയ മനുഷ്യരായിരിക്കുന്ന നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നത് ആണ് നമ്മുടെ ലക്ഷ്യം. ഇവരൊക്കെ ഭയങ്കര വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്, ഇതിന്റെ ഓണേഴ്സ് ആയിട്ടിരിക്കുന്ന ആളുകളൊക്കെ. നമുക്ക് അത്രയൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇന്ന് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ഇന്നലെയാണ് പനി മാറിയത്, അതുകൊണ്ട് തന്നെ ശബ്ദത്തിനും ശരീരത്തിനും ഒക്കെ ഒത്തിരി പ്രശ്നമുണ്ട്. അതുകൊണ്ട് സൂസൻ കൂടുതൽ സംസാരിച്ചോളും. ജീവിതം കൊണ്ട്, അനുഭവങ്ങൾ കൊണ്ട് നിങ്ങളാണ് നിങ്ങളുടെ കഥകള്, നിങ്ങളുടെ കാര്യങ്ങളും ഒക്കെ പറയേണ്ടത്. പാട്ട് പാടുന്നു, അതായത് ഇവിടുന്ന് ഞാൻ അറിഞ്ഞു നിങ്ങളെല്ലാവരും നല്ലപോലെ പാട്ട് പാടുന്നവരാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ പാട്ട് ഇപ്പോഴല്ല, പക്ഷെ പുറകെ നമ്മൾ പാട്ട് നിങ്ങളെ കൊണ്ട് പാടിപ്പിക്കും. നിങ്ങളുടെ അനുഭവങ്ങൾ പറയുക, നിങ്ങളുടെ നമ്മൾ ചിരിച്ച് കളിക്കുക. അതുപോലെ വന്നവരിൽ ആരെങ്കിലും പാട്ടും ഡാൻസും ഒക്കെ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിലൊരു അടിപൊളി സാധനമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ചൂസ് ചെയ്യുന്ന പാട്ടുകളും നല്ല നാടൻ പാട്ടുകളൊക്കെ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ കൈകൊട്ടി നമ്മൾ അടിച്ചു പൊളിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വേറെ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും നമ്മൾ പറയുന്നില്ല, പക്ഷെ നമ്മൾ അടിച്ചു പൊളിക്കുകയാണ്. വരത്തില്ലെന്നും വരാമെന്നും പറഞ്ഞില്ല, എന്നാലും ഒരു വരുന്നവരുണ്ട്. വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂടെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ കൂടെ എല്ലാം ഒപ്പം നിന്ന് സഹകരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പറയുന്ന പേരിനോട് തന്നെ സാമ്യമുണ്ട്. സ്നേഹക്കൂട് എന്നാണ് പറയുന്നത്. സ്നേഹക്കൂട് എന്ന് പറയുമ്പം അവിടെ സ്നേഹം ആണ് നമ്മൾ വാരി വിതറുന്നത്, അല്ലാതെ വേറെ യാതൊരു കാര്യങ്ങളും അല്ല. അതുകൊണ്ട് ആ ഒരു സ്നേഹക്കൂടുമായിട്ട് ചേർന്ന്, ആ വിഷനുമായിട്ട് ചേർന്ന് നിൽക്കാനും അതിനോട് പങ്കുചേരാനും വന്ന എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. വിചാരിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് പറയാം, അല്ലെ അവിടെ ഇരുന്ന് പറയാം, അല്ലെ നിങ്ങൾക്ക് അവിടെ ഫ്രണ്ടിലോട്ട് വന്ന് പറയാം, ഒന്നിച്ച് വന്ന് പറയാം, ഒറ്റയ്ക്ക് വന്ന് പറയാം. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? നിങ്ങളോട് വന്നത് എങ്ങനെയാണ് അറിഞ്ഞത്, എന്തെങ്കിലും. ഇപ്പൊ ഞാൻ മാധവക്കുട്ടിയമ്മേനെയാണ് ആദ്യം പരിചയപ്പെട്ടത്. മാധവക്കുട്ടിയമ്മയോട് പറഞ്ഞു വയനാട്ടിൽ നിന്നാണ് വന്നത്, 2 മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞു. എങ്കിൽ പോലും അങ്ങനെ കെയർ ചെയ്തുകൊണ്ടെന്ന് ആ കുഞ്ഞുങ്ങള് വളർന്നു വന്ന് അവര് വലുതാകുമ്പോൾ അവർക്ക് അമ്മയോട് അപ്പനോട് സംസാരിക്കാൻ പോലും സമയമില്ലാത്തൊരു കണ്ടീഷൻ വരിക എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ദാരുണമാണ്. കാരണം നമ്മൾ ഈ വ്യവസ്ഥയിൽ ജീവിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഓരോ നിമിഷവും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. അതുപോലെ തന്നെ പേരൻസിനോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. കാരണം അവരില്ല എങ്കിൽ നമ്മളില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരവാദിത്തമാണ് അവരെ കെയർ ചെയ്യുക എന്നുള്ളത്. തീർച്ചയായിട്ടും എത്രയോ ഇപ്പൊ ഇവിടുത്തെ സ്ഥാപനത്തിനെ കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല, ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് വരുന്നതെങ്കിൽ. അപ്പോൾ ശരിക്കും മക്കൾ കെയർ ചെയ്യുന്ന പോലെ തന്നെ ഈ അമ്മമാരെ കെയർ ചെയ്യുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും സന്തോഷമുണ്ട് എനിക്കിവിടെ വരാൻ പറ്റിയില്ല. ഒരു സ്നേഹക്കൂട് കെയർ ചെയ്യാൻ തക്കവണ്ണം ഇവരെ ദൈവം ഒരുക്കിയത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം തന്നെ വളർന്നു വന്നത്. പക്ഷെ എങ്ങും ഇങ്ങനെ ഇല്ലാതെ ഈ അമ്മമാരെ ഇവരുടെ മക്കൾ വന്ന് സന്തോഷത്തോടെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിവിടെ വന്ന് പാട്ട് കേട്ടു, ഒത്തിരി കവിതകളൊക്കെ കേട്ടു. പക്ഷെ ഇത്ര നേരമായിട്ട് നമ്മൾ ഇരിക്കുന്ന സ്നേഹക്കൂടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ സ്നേഹക്കൂടിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പൊ ഇവിടെ കാണുന്ന ആളുകൾ ആരുമല്ല. അതിന്റെ പ്രധാന ആളെന്ന് പറയുന്നത് ഇതാണ്, നിഷ ചേച്ചി ഇന്നിവിടെ ഇല്ല, വേറൊരു ആവശ്യമായിട്ട് പുറത്തു പോയിരിക്കുവാണ്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവേണ്ടതാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഇവിടുത്തെ കാര്യങ്ങൾ. ഇപ്പൊ എന്റെ അറിവിലുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ ഏറെക്കുറെ 80 മുതൽ 85 വരെയാണ് അന്തേവാസികളുള്ളത്. അപ്പം ചുമ്മാ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, ഒരാൾക്ക് ഒരു ദിവസത്തെ ചെലവിന് വേണ്ടിയിട്ട് ഒരു 250 രൂപ ചെലവ് വരുമെന്ന് വിചാരിക്കും. 85 പേർക്ക് ഒരു ദിവസം എത്ര രൂപ ചെലവ് വരുമെന്ന് വിചാരിക്കും. അത് ചെയ്യുന്നത് ഒരു സ്ത്രീയാണ്. നമ്മളെ കൊണ്ട് പലർക്കും പറ്റാൻ കഴിയാത്ത കാര്യങ്ങൾ, അത്രയും വലിയ കാര്യം കോർഡിനേറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്നത്
ഒരു സ്ത്രീയാണ് അത് ചെയ്യുന്നത്. അതില് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്നുണ്ട്. അത് എന്താ പറയാ, ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന, ഇതിനു വേണ്ടിയിട്ട് മനസ്സുള്ള ആളുകളെ കൊണ്ട് മാത്രം പറ്റുന്ന കാര്യം. നമ്മളൊക്കെ ഈ ചെയ്യുന്നതൊക്കെ വളരെ ചെറുതാണ്. ഇവര് ചെയ്യുന്ന പ്രവൃത്തികൾ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മളിന്ന് വന്നിരിക്കുന്നതും ചെയ്തിരിക്കുന്നതും ഒക്കെ വളരെ 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 ചെറുതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് ഇനിയും ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്നേഹക്കൂടെന്ന് പറയുന്നത് ഞങ്ങൾ 85 പേരെ സ്വീകരിക്കത്തുള്ളൂ, അവിടെ നിന്ന് പോയി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അല്ല ഇത്. സ്നേഹക്കൂടിൽ വരുന്ന കൂടുതൽ ആളുകളെ എടുത്ത് സ്ഥലം വികസിപ്പിച്ച് വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സ്നേഹക്കൂട്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായ രീതിയിൽ ഇവരെ കുറിച്ച് അന്വേഷിച്ച് എല്ലാ മേഖലകളിൽ നിന്നും അന്വേഷിച്ചിട്ടും ഒരിടത്തു നിന്ന് പോലും ഒരു നെഗറ്റീവും വരാഞ്ഞത് കൊണ്ട് തന്നെയാണ് ഈ സ്ഥലം നമ്മൾ ചൂസ് ചെയ്തത്. അപ്പം ഇപ്പൊ ഇവിടെ ഇല്ലാത്ത നിഷ ചേച്ചിക്ക് നമ്മൾ എല്ലാവരും ചേർന്നൊരു കയ്യടി കൊടുക്കുന്നതാണ്. സ്നേഹക്കൂടിന് താടിക്കാരന്റെയും സൂസമ്മയുടെയും എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു. മക്കളാ ബെല്ലൂടെ നട്ടിട്ട് വേണേ പോവാന്.